ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചിന്നുവിന് ആര്യ ചോക്ലേറ്റ് കോഫി കൊടുക്കുകയാണ്. ചിന്നുവിന് പണി കൊടുക്കാനായി ആര്യ അതിൽ വിമ്മ് കലക്കിയിട്ടുണ്ട്. ആര്യ കോഫി ചിന്നുവിന് കൊടുക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, ഞാനിത് കുടിക്കില്ല എന്ന് പറയുമ്പോൾ ആര്യ നിർബന്ധിക്കുകയാണ്, നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, നല്ല ടേസ്റ്റാണ്, ചോക്ലേറ്റ് കോഫിയാണ്, നീ ഇത് കുടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ചിന്നു അത് വാങ്ങാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇതും കണ്ടുകൊണ്ട് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രൻ എന്നിട്ട് മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഓഹോ, ഇവൾക്ക് വേണ്ടിയിട്ടാണോ ആര്യ എന്നെ കൊണ്ട് കോഫി ഉണ്ടാക്കിപ്പിച്ചത്? അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ കോഫി അവൾ കുടിക്കണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ചന്ദ്ര പോയി ആര്യയുടെ കയ്യിൽ നിന്ന് ആ കോഫി വാങ്ങുകയാണ്. ഇവൾക്ക് ഇഷ്ടമില്ലാത്ത സാധനം നീ എന്തിനാണ് നിർബന്ധിച്ചു കുടിപ്പിക്കുന്നത്, അത് ഞാൻ കുടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ആ കോഫി കുടിക്കുകയാണ്. ആര്യ ആണെങ്കിൽ ആകെ ടെൻഷനോടെ അമ്മ അത് കുടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര പറയുന്നുണ്ട്, ചിന്നുവിനെ ഇഷ്ടമില്ലാത്തത് നീ അവൾക്ക് വെറുതെ കൊടുക്കണ്ട, ഇത് ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുടിക്കുകയാണ്. ചന്ദ്രൻ എന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, പോയിരുന്ന് പഠിക്കടി, നീ പഠിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിനും വിജയേട്ടന്റെ അടുത്ത് നിന്ന് ഞാൻ വഴക്ക് കേൾക്കേണ്ടി വരും, അതുകൊണ്ട് മര്യാദയ്ക്ക് പോയി പഠിക്കുക എന്ന് പറയുമ്പോൾ ചിന്നു വീണ്ടും പുറത്തേക്ക് പഠിക്കാനായി പോകുന്നുണ്ട്. ആര്യാണെങ്കിൽ അമ്മേ അത് കുടിക്കല്ലേ, അത് കുടിച്ചാൽ പ്രശ്നമാവും എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്ത് പ്രശ്നമെന്ന്. ആ കോഫി കുറച്ച് കുടിക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഓക്കാനം വരികയാണ്. ചന്ദ്ര എന്നിട്ട് പോയിട്ട് വോമിറ്റ് ചെയ്യുന്നുണ്ട്. ആര്യ അപ്പോഴേക്കും വന്ന് ചന്ദ്രയ്ക്ക് തടവി കൊടുക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര ആര്യയെ പിടിച്ചു മാറ്റിയാണ്. വോമിറ്റ് ചെയ്തതിനു ശേഷം ചന്ദ്ര വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വിജയശങ്കറും വരികയാണ്. എന്തു പറ്റി ചന്ദ്ര എന്ന് ചോദിക്കുകയാണ്. ചന്ദ്ര അപ്പൊ ആകെ ക്ഷീണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എനിക്കെന്തോ വയ്യ വിജയേട്ട, എന്തു പറ്റിയെന്നറിയില്ല, ഛർദിക്കാനൊക്കെ വരുന്നു, വയറിന് നല്ല സുഖമല്ല, നല്ല ക്ഷീണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ചന്ദ്ര പോയി വോമിറ്റ് ചെയ്യാണ്. ചന്ദ്രയാണെങ്കിൽ ആകെ തളർന്ന് ക്ഷീണിക്കുന്നുണ്ട്. എനിക്ക് വയ്യ, എന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നൊക്കെ പറയാണ്. അങ്ങനെ വിജയശങ്കറും ആര്യയും കൂടി ചന്ദ്രയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി നിൽക്കുമ്പോൾ ചിന്നു ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ചെറിയമ്മയ്ക്കെന്ന്. വിജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, എന്തു പറ്റിയെന്നറിയില്ല, ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോവാനായി നിൽക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ കൂടെ വരാമെന്ന് പറയുമ്പോൾ ആര്യ പറയാണ്, വേണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് വിജയശങ്കറും ചന്ദ്രയും ആര്യയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ചിന്നു ആണെങ്കിൽ ഇവര് പോയതിനു ശേഷം ചന്ദ്രയ്ക്ക് എന്തു പറ്റിയെന്നറിയാതെ ടെൻഷനോടെ അങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും അവര് ഹോസ്പിറ്റലിൽ നിന്ന് എത്തുന്നുണ്ട്. ചന്ദ്രയെ കാണുന്നതും ചിന്നു പോയി വിജയശങ്കറിനോട് ചോദിക്കുന്നുണ്ട്, ചെറിയമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, ഫുഡ് പോയ്സൺ ആയതാണ്, ട്യൂബ് ഇട്ട് എല്ലാം എടുത്തു കളഞ്ഞു എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, വിജയേട്ട എനിക്കൊന്ന് കിടക്കണം, എന്നൊന്ന് അകത്തേക്ക് കൊണ്ടുപോയെന്ന് പറയാണ്. ചന്ദ്ര എന്നിട്ട് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. വിജയശങ്കർ ചന്ദ്രയോട് പറയുന്നുണ്ട്, നീ കുറച്ച് വിശ്രമിക്കുക എന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഞാൻ ചെറിയമ്മയ്ക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുത്തിട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, നീ പോയെന്ന് പറയുമ്പോൾ ചിന്നു പോകുന്നുണ്ട്. ചന്ദ്ര എന്നിട്ട് വിജയശങ്കറിനോട് അങ്ങനെ പറയുന്നുണ്ട്, ഇത്രയും നേരം ഹോസ്പിറ്റലിലിട്ട് എന്നെ കഷ്ടപ്പെടുത്താൻ അതിന് മാത്രം ഞാൻ എന്താണ് കഴിച്ചതെന്ന് ചോദിക്കുകയാണ്. ആര്യ ഇപ്പൊ പറയുന്നുണ്ട്, ആ ചോക്ലേറ്റ് കോഫി കുടിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ അമ്മേ, അതില് ചിന്നുവിനെ കിടത്താനായി ഞാൻ ഒരു കാര്യം ചെയ്തിരുന്നു എന്ന് ആര്യ പറയുമ്പോൾ ചന്ദ്രയും വിജയശങ്കറും ആകെ ഷോക്കാവുന്നുണ്ട്. ചന്ദ്ര എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടി അപ്പൊ നീയാണോ എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്ന് ചോദിക്കുകയാണ്. ആര്യ ഇപ്പൊ പറയുന്നുണ്ട്, അറിയാതെ പറ്റിപ്പോയ അമ്മേ, സോറി എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, വിജയേട്ട എനിക്കൊന്ന് കിടക്കണം, എന്നെ അകത്തേക്ക് കൊണ്ടുപോയെന്ന് പറയാണ്. അങ്ങനെ വിജയശങ്കറും ചന്ദ്രയും റൂമിലേക്ക് പോകുന്നുണ്ട്. ആര്യയാണെങ്കിൽ പുറത്തേക്ക് വന്ന് ചിന്നുവിനെ നോക്കുന്നുണ്ട്. നിന്നെ ഞാൻ അങ്ങനെയൊന്നും വിടില്ലേടി, നാളെ ആവട്ടെ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ആര്യ റൂമിലേക്ക് പോവുകയാണ്. പിന്നീട് ആര്യ തന്റെ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ആ ചിന്നുവിന്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചതാണ്, ആ ടോക്സിക്കിനെ ഒഴിവാക്കാൻ നീ പറഞ്ഞ ടീമിനെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആര്യയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, എടി ഞാനും ചന്തുവും കൂടി പോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്, സംഗതി എന്തായാലും നടക്കും, പക്ഷെ ഒരു 10,000 കൊടുക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട്, ആ അത്രയൊക്കെ എന്റെ അക്കൗണ്ടിൽ ഉണ്ടാവും, നീ എത്രയും പെട്ടെന്ന് ആ ടീമിനെ സെറ്റാക്കി താ, ക്യാഷ് ഞാൻ തരാമെന്ന് പറയാണ്. ആര്യയുടെ ഫ്രണ്ട് അപ്പൊ പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ സെറ്റാക്കി തരാം, നീ ട്യൂഷന് വരുമ്പോ അവളെയും വിളിച്ചുകൊണ്ട് വായോ, ബാക്കി കാര്യം ഞാനും ചന്തുവും കൂടി നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവര് ഫോണ് കട്ട് ചെയ്യാണ്. പിന്നീട് ചിന്നു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആര്യ അങ്ങോട്ടേക്ക് വരുന്നത്. ആര്യ എന്നിട്ട് ചിന്നുവിനോട് വളരെ സ്നേഹപരമായി സംസാരിക്കുന്നുണ്ട്. ചേച്ചി പഠിക്കുകയാണോ, ചേച്ചി കോഫി കുടിച്ചോ, ഞാൻ ഇന്നലെ ചേച്ചിയെ എന്തൊക്കെയോ പറഞ്ഞു, എന്റെ ബിഹേവിയർ അല്പം മോശമായി പോയി, അത് കാര്യമാക്കല്ലേ, അച്ഛൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് പല കാര്യങ്ങളും മനസ്സിലായത്, എന്റെ വിവരമില്ലായ്മ അങ്ങനെ ചേച്ചി കണ്ടാൽ മതി എന്നങ്ങനെ ആര്യ പറയുമ്പോൾ ചിന്നു വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഞാൻ അതൊന്നും കാര്യമാക്കിയിട്ടില്ല, പറയുന്നത് എന്റെ അനിയത്തിയല്ലേ എന്ന് ചോദിക്കുകയാണ്. ആര്യ ഇപ്പൊ പറയുന്നുണ്ട്, ചേച്ചി എന്തായാലും ഇവിടെ നിന്നും പോവണ്ട, ചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു കൂട്ടാവുമല്ലോ, ചേച്ചിക്ക് ഇനി എപ്പോഴാണ് കോളേജിലേക്ക് പോവേണ്ടത്
പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട് എനിക്ക് 11 മണിക്ക് പോയാൽ മതി എന്ന് പറയാണ്. ആര്യ അപ്പൊ പറയുന്നുണ്ട് എനിക്കും 11 മണിക്ക് ട്യൂഷന് പോയാൽ മതി, നമുക്കിന്ന് ഒരുമിച്ച് പോവാ, ഞാൻ എന്തായാലും സത്യനങ്കളിനോട് പറയാമെന്ന് ആര്യ അങ്ങനെ ചിന്നുവിനോട് പറയുന്നുണ്ട്. ആര്യ പോയതിനു ശേഷം ചിന്നു അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആര്യക്ക് എന്താണ് പെട്ടെന്നൊരു മാറ്റം, ഇന്നലെ കണ്ട ആര്യയല്ല ഇതെന്ന് അങ്ങനെ ചിന്തിക്കുകയാണ്. അതിനുശേഷം 11 മണിക്ക് ചിന്നുവും ആര്യയും കൂടി ഒരു ഓട്ടോറിക്ഷയിൽ കോളേജിലേക്കും ട്യൂഷനും വേണ്ടി പോവുകയാണ്. ചിന്നു അപ്പോൾ ആര്യയോട് ചോദിക്കുന്നുണ്ട് സത്യൻ അങ്കിളിന് എന്തു പറ്റി, എന്താണ് വരാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആര്യ പറയുന്നുണ്ട് അങ്കിളിന് എങ്ങോട്ടോ പോവണമെന്ന് പറഞ്ഞു, സാരല്ല ഞാൻ ചേച്ചിയെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ട്യൂഷന് പോയിക്കോളാം എന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട് നീ അവിടെ എത്താൻ ലേറ്റ് ആവോ, അങ്ങനെയെങ്കിൽ എന്നെ ഇവിടെ ഇറക്കി വിട്ടാൽ മതി, ഞാൻ ബസ് കയറി പോയിക്കോളാം എന്ന് പറയാണ്. ആര്യ അപ്പൊ പറയുന്നുണ്ട് വേണ്ട ചേച്ചി, അച്ഛനെ അറിഞ്ഞാൽ എന്നെ വഴക്ക് പറയുമെന്ന് പറഞ്ഞ് ആര്യ അവിടെ ഒരു സ്റ്റോപ്പിൽ ഓട്ടോക്കാരനോട് വണ്ടി നിർത്താനായി പറയാണ്. ചിന്നു അപ്പൊ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇവിടെ വണ്ടി നിർത്താൻ പറഞ്ഞതെന്ന്. ആര്യ അപ്പൊ പറയുന്നുണ്ട് ആ വഴിയിൽ എന്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് ഓട്ടോ ഒന്നും പോവില്ല, ഞാൻ പോയി അവളെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷയോട് വെയിറ്റ് ചെയ്യാനായി പറയാണ്. അപ്പോൾ ആ ഓട്ടോ ഡ്രൈവർ പറയുന്നുണ്ട് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, നിങ്ങളെന്നാ വേറെ വണ്ടിയിൽ പോയിക്കോ എന്ന് പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട് എങ്കിൽ ശരി ഞങ്ങൾ പേ ചെയ്യാം, ഞങ്ങൾ വേറെ വണ്ടിയിൽ പോയിക്കോളാം എന്ന് പറഞ്ഞ് ആര്യയും ചിന്നുവും ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ചിന്നു ആര്യയോട് പറയുന്നുണ്ട് ആര്യ ലേറ്റ് ആവുമെങ്കിൽ ഞാൻ വേറെ വണ്ടിയിൽ പോയിക്കോളാം എന്ന് പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട് അത് വേണ്ട ചേച്ചി, ഞാൻ ചേച്ചിയെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് വാക്ക് തന്നതല്ലേ, അത് തെറ്റിയാൽ ഞാൻ ആരായി, ചേച്ചി കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യേ, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയാണ് ആര്യ. ചിന്നു അപ്പൊ ചോദിക്കുന്നുണ്ട് എന്നാ പിന്നെ ഞാനും കൂടി നിന്റെ കൂടെ വരാമെന്ന് പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട് അത് വേണ്ട ചേച്ചി, അവിടെ കടിക്കുന്ന 2 നായ്ക്കളുണ്ട്, അവർക്ക് എന്നെ പരിചയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ചേച്ചിയെ പക്ഷേ നായ കടിച്ചാലോ, ചേച്ചി എന്തായാലും ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ആര്യ അവിടെ നിന്നും പോവുകയാണ്. ആര്യയാണെങ്കിൽ കുറച്ച് അവിടെ നിന്ന് മാറിയതിനു ശേഷം ചിന്നുവിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് നിനക്കുള്ള പണി ഞാൻ വൈകാതെ തന്നെ തരാമേടി എന്ന് പറയാണ്. പിന്നീട് ആര്യ തന്റെ 2 ഫ്രണ്ട്സിനെയും കാണുന്നുണ്ട്. എടാ സായി, ചന്തു, ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അവൾ ആ സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് എന്തേലും കുഴപ്പമുണ്ടോ, അവൾക്ക് സംശയമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആര്യ പറയുന്നുണ്ട് അവൾക്ക് ഒരു സംശയവുമില്ല, അവൾ അവിടെ എന്നെയും കാത്ത് കൂളായി നിൽക്കുകയാണ്, നിങ്ങൾ ആ ടീമിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് തന്നെ പറയുന്നു പറയുമ്പോൾ ചന്തു ചോദിക്കുന്നുണ്ട് അവളിട്ട ഡ്രസ്സിന്റെ കളർ എന്താണെന്ന്. ആര്യ ഇപ്പൊ പറയുന്നുണ്ട് അവളൊരു പിങ്ക് കുർത്തയാണ് ഇട്ടിരിക്കുന്നത്, ഒരു മിനിറ്റ് ഞാൻ അവളുടെ ഫോട്ടോ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ചിന്നുവിന്റെ ഫോട്ടോ ആര്യയുടെ ഫോണിൽ കാണിച്ചു കൊടുക്കുകയാണ്. ചന്തു അപ്പൊ തന്നെ ഫോൺ എടുത്ത് ആ ഗുണ്ടകളെ വിളിക്കുന്നുണ്ടെങ്കിലും അവർക്ക് വിളിച്ചു കിട്ടുന്നില്ല. പിന്നീട് സായിയുടെ ഫോണിൽ നിന്ന് വിളിക്കുകയാണ്. ആര്യപ്പ പറയുന്നുണ്ട് അവളെ ഉപദ്രവിക്കൊന്നും ചെയ്യരുത്, ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി, അങ്ങനെ അവളെ എന്റെ വീട്ടിൽ നിന്ന് പുറത്താവണം, അത്രേ എനിക്ക് വേണ്ടുള്ളൂ എന്ന് ആര്യ അങ്ങനെ ചന്തുവിനോടും സായിയോടും പറയാണ്. ചന്തു എന്നിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് ചേട്ടാ അവൾ ഇവിടെ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട്, തനിച്ചാണ്, ഒരു പിങ്ക് കുർത്തയാണ് അവൾ ഇട്ടിരിക്കുന്നത് എന്നങ്ങനെ പറഞ്ഞ് ചന്തു ഫോണ് കട്ട് ചെയ്യാണ്. ചന്തു എന്നിട്ട് ആര്യയോട് പറയുന്നുണ്ട് നീ തന്ന എമൗണ്ട് എല്ലാം അവർക്ക് സെറ്റിൽമെന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. ആര്യപ്പ മനസ്സിൽ അങ്ങനെ സന്തോഷിക്കുന്നുണ്ട്. ഓ ഇന്നത്തോടെ അവളുടെ ശല്യം തീർന്നുവെന്ന്. ചിന്നു ആണെങ്കിൽ ആര്യയെ കാണാതെ വരുമ്പോ ആര്യയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്, എന്നാൽ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ല. ചിന്നു അങ്ങനെ സ്റ്റോപ്പിൽ ടെൻഷനോടെ നിൽക്കുമ്പോഴാണ് ചന്തു പറഞ്ഞ ആ ഗുണ്ടകൾ അങ്ങോട്ടേക്ക് എത്തുന്നത്. അവരെന്നിട്ട് കാറിൽ വന്നിറങ്ങി ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട് ഹലോ ഞങ്ങൾക്ക് സ്ഥലം മാറിപ്പോയി, വഴിയൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ഗുണ്ടകൾ ചോദിക്കുന്നുണ്ട് ഇവിടെ അടുത്തൊരു മാളുണ്ടല്ലോ അതെവിടെയാന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട് അത് കുറച്ച് അപ്പുറത്താണ്, കോളേജ് റോഡിലേക്ക് പോകണമെന്ന് പറയാണ്. അതിലപ്പോ ഒരുത്തൻ ചോദിക്കുന്നുണ്ട് താൻ കോളേജിലേക്കാണോ, കോളേജിലേക്കാണെന്ന് ഞങ്ങൾക്കറിയാം, എങ്കിൽ പിന്നെ ഞങ്ങളുടെ കൂടെ വന്നൂടെ, ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നൂടെ, നമുക്ക് എന്തായാലും ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞ ആ 2 ഗുണ്ടകളും കൂടി ചിന്നുവിനെ ബലമായി പിടിച്ച് കാറിനകത്തേക്ക് കയറ്റാൻ നോക്കുകയാണ്. ചിന്നു ആണെങ്കിൽ വേഗം ആ 2 ഗുണ്ടകളുടെയും കയ്യിൽ കടിച്ചുകൊണ്ട് വേഗം അവിടുന്ന് രക്ഷപ്പെട്ടു ഓടുകയാണ്. ചിന്നു ആണെങ്കിൽ രക്ഷപ്പെട്ടു ഓടുന്നത് ഒരു വിജനമായ സ്ഥലത്തേക്കാണ്. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിലേക്ക് ചിന്നു ഓടിക്കയറുകയാണ്. വീണ്ടും ആ 2 ഗുണ്ടകൾ ചിന്നുവിനെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നീ രക്ഷപ്പെടാമെന്ന് കരുതിയോ, നിനക്കിഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ലടി, ഇവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കിയാൽ നിന്റെ അവസാനമായിരിക്കുമെന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട് എന്നെ ഒന്നും ചെയ്യരുതെന്ന്. എന്നാൽ ആ 2 ഗുണ്ടകളും വീണ്ടും ചിന്നുവിനെ ബലമായി പിടിച്ച് കൊണ്ടുപോവാനായി നിൽക്കുമ്പോൾ ചിന്നു കിടന്ന് അലറുന്നുണ്ട്. അതേസമയം ജെകെ ആണെങ്കിൽ ആ ബിൽഡിങ്ങിൽ അങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുകയാണ്. പെട്ടെന്ന് ചിന്നുവിന്റെ സൗണ്ട് കേട്ട് മോളെ എന്ന് പറഞ്ഞ് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. വേഗം തന്നെ ആ സൗണ്ട് എവിടെ നിന്നാണെന്ന് പോയി നോക്കുകയാണ്. പിന്നീട് ജെകെ പോയി ചിന്നു
ചിന്നുവിനെ രക്ഷിക്കാൻ ആ 2 ഗുണ്ടകളെയും അടിച്ചു താഴെയിടുകയാണ്. പിന്നീട് JK ചിന്നുവിനെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതിനു മുന്നേ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് 2 പേരും പരസ്പരം കണ്ടുമുട്ടിയത് JKക്കും ചിന്നുവിനും ഓർമ്മ വരുന്നത്. JK എന്നിട്ട് ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട്, മോളെ എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ചിന്നു രക്ഷിക്ക അങ്കളെ എന്ന് പറയാണ്. അപ്പോഴേക്ക് വീണ്ടും ആ ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വരികയാണ്. പിന്നീട് JK ചിന്നുവിനെ സേഫാക്കി നിർത്തിക്കൊണ്ട് ആ 2 ഗുണ്ടകളെയും തല്ലി ചതയ്ക്കുന്നുണ്ട്. ചിന്നു ആണെങ്കിൽ ആകെ പേടിച്ചു വിറച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. JK എന്നിട്ട് ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട്, മോൾ എന്താണ് ഇവിടെ, എങ്ങനെ ഇവിടെ വന്ന് പെട്ടു, അവരാരാണ് എന്നെല്ലാം മാറി മാറി JK ചോദിക്കുന്നുണ്ടെങ്കിലും ചിന്നു അങ്കിളെ എന്ന് പറഞ്ഞുകൊണ്ട് JK പോയി കെട്ടിപ്പിടിച്ച് കരയാണ്. JK ആണെങ്കിൽ ചിന്നുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കരയാതെ മോളെ, അവരിനി നിന്നെ ഒന്നും ചെയ്യില്ല, അങ്കിളല്ലേ പറയുന്നത്, ഞാൻ മോളെ വീട്ടിലെത്തിക്കാം. എവിടെയാണ് മോളുടെ വീട്, പറയ്, എവിടെയാണ് വീട്, എന്തിനാണ് പേടിച്ചു നിൽക്കുന്നത്, ഞാൻ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞില്ലേ, മോളുടെ വീട് എവിടെയാണ്, എന്താണ് പേര് എന്നെല്ലാം JK മാറി മാറി ചിന്നുവിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും ചിന്നു ആണെങ്കിൽ പേടിച്ചു വരച്ച് ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. JK അപ്പൊ മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈ കുട്ടി വളരെ പേടിച്ച് ആകെ ട്രോമയിലാണ്, ഏതാണ് ഈ കുട്ടി, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ചിന്നുവിനോട് പറയുന്നുണ്ട്, മോള് വായോ, എന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ചിന്നുവിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് JK താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോവുകയാണ്. ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി JK ചിന്നുവിനോട് ഇറങ്ങാനായി പറയുന്നുണ്ടെങ്കിലും ചിന്നു പേടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. JK അപ്പൊ പറയുന്നുണ്ട്, മോളെ നീ ഇറങ്ങ്, പേടിക്കണ്ട, ഈ സ്ഥലത്ത് നിന്നെ ഭയപ്പെടുത്താൻ ആരും തന്നെ വരില്ല, നീ ഇവിടെ സുരക്ഷിതയാണ്, ധൈര്യമായിട്ട് ഇറങ്ങി വായോ എന്ന് പറയുമ്പോൾ ചിന്നു ഓട്ടോയിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ JK ഓട്ടോക്കാരന് ക്യാഷും കൊടുത്തുകൊണ്ട് ചിന്നുവിനെ വിളിച്ചുകൊണ്ട് ഹോട്ടലിനുള്ളിലേക്ക് പോവാനായി നിൽക്കുമ്പോൾ ചിന്നു JK ചോദിക്കുന്നുണ്ട്, അല്ല അങ്കിളെ, ഇത് എന്റെ വീടല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, അതേത് നിന്റെ വീടല്ല, ഇത് ഞാൻ താമസിക്കുന്ന സ്ഥലമാണ്, കുറെ നേരമായി ഞാൻ മോളോട് മോളുടെ വീട് ചോദിക്കുന്നു, ഞാൻ എന്തൊക്കെ ചോദിച്ചിട്ടും മോൾ ഉത്തരം പറയുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് അറിയാത്ത വീട്ടിലേക്ക് മോളെ കൊണ്ടുപോകുന്നത്, നിന്നെ എനിക്ക് വഴിയിൽ ഇറക്കി വിടാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, നിനക്കൊരു അമ്മയും അച്ഛനും ഉണ്ടാവുമല്ലോ, അവര് വരട്ടെ, അവര് വന്ന് നിന്നെ ഞാൻ സുരക്ഷിതമായി അവരെ ഏൽപ്പിക്കാം, മോള് വായു എന്ന് പറഞ്ഞ് ചിന്നുവിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. JK ആണെങ്കിൽ ചിന്നുവിന്റെ കൈ പിടിച്ചുകൊണ്ട് അങ്ങനെ പോവുകയാണ്. ചിന്നു ആണെങ്കിൽ പേടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.